രാഹുൽ ഈശ്വർ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, സ്വർണ്ണപ്പാളി, സ്വർണ്ണപീഠം, അതിനപ്പുറത്തേക്ക് ഇതാ കോടതി പറയുകയാണ് ഏറ്റവും നിർണായകമായ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ശബരിമലയിലെ സ്വർണത്തിന് കണക്കില്ല എന്നുള്ളതാണ്. മധു, വളരെ വേദനാജനകമായ വാർത്തകളാണ് കേൾക്കുന്നത്. കുറെ കൂടെ പ്രോപ്പറായ അക്കൗണ്ടിങ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിന് ആവശ്യമുണ്ട്. ഇത് ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടും കുറച്ചുകൂടെ ഡിജിറ്റലായിട്ടും ഡിജിറ്റൈസും ഡോക്യുമെന്റൈസും ചെയ്ത് ഇതെല്ലാം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പറഞ്ഞത് ഒരു വേക്കപ്പ് കോളായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് എടുക്കണം. കുറെ കൂടെ പ്രൊഫഷണലി ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യണം. 1248 ക്ഷേത്രങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അവരുടെ എല്ലാം കുടുംബങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കോടിക്കണക്കിന് ഭക്തരുടെ സെന്റിമെന്റ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. ഹൈക്കോടതിയുടെ ശക്തമായ വാക്കുകളാണ് ദേവസ്വം സംവിധാനത്തിൽ ചില കാതലായ അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ചേഞ്ചസ് വരേണ്ട ആവശ്യമുണ്ടെന്ന് ഒരുപാട് കാലമായി രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന ഭക്തജന സംഘടനകൾ പോലും സൂചിപ്പിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു വേക്കപ്പ് കോൾ ആകട്ടെ. ഏത് അമ്പലത്തോടും പള്ളിയോടും ചേർന്ന് നിൽക്കുന്ന സ്വർണത്തിന് വലിയൊരു ഇമോഷണൽ, കൾച്ചറൽ, സ്പിരിച്വൽ വാല്യൂ ഉണ്ട്, റിച്വലിസ്റ്റിക് വാല്യൂ കൂടിയുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെ ആരുടെയെങ്കിലും വീട്ടിലിരുന്നു ഈ 25-ാം തീയതി ആണ് സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴുന്നൊരു സ്ഥലമല്ലേ. അപ്പോ ഇത് കുറെ കൂടെ ഗൗരവത്തോടെ കാണണം. ഇതിനൊരു പ്രോപ്പർ പ്രൊസീജിയറും സ്ട്രക്ചറും വേണം. നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ പലതും ഉണ്ട്, പക്ഷെ പലതും വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷമകരമായ കാര്യമാണ്. ഹൈക്കോടതിയുടെ ജാഗ്രതയും ശ്രദ്ധയും വളരെ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് അനുസരിക്കാനും കാര്യമായി ശ്രദ്ധിക്കാനും കാതലായ മാറ്റങ്ങൾ വരുത്താനും ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധവുമാണ്. അത് നിയമവും കൂടിയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.